കേരളത്തിലെ നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മളൊരു പുതിയ മന്ത്രിസഭയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അതൊരു പുതിയ മന്ത്രിസഭയായിരിക്കും. ഈ മന്ത്രിസഭയുടെ തുടർച്ചയാണെങ്കിൽ പോലും അതൊരു പുതിയ മന്ത്രിസഭയായിരിക്കും. ഇവിടെ നമ്മൾ വീണ്ടും പറയുന്നു, ഒരു LDF അല്ലെങ്കിൽ UDF എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ UDF എന്നൊരു ഓപ്ഷനെ പറ്റി മാത്രം നമ്മൾ തൽക്കാലം ചിന്തിക്കുക. UDFലോട്ട് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. LDF വരികയാണെങ്കിൽ അതിന് വേറൊരു പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ആയിരിക്കും. അത് നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമ്പോഴത്തേക്ക് ആദ്യം ഉരുളുന്ന തലകളിൽ ഒന്ന് DGPയുടേതായിരിക്കും. ഇപ്പൊ നിലവിലുള്ള DGP ആൾറെഡി ഒരു എക്സ്റ്റൻഷനിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തുടർന്ന് കൊണ്ടുപോകണമെന്ന് പുതിയ മന്ത്രിസഭയുടെ പുറത്ത് ശാഠ്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് മാന്യമായിട്ട് റിട്ടയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുമായിരിക്കും. എന്തായാലും ഈ മന്ത്രിസഭയുടെ എക്സ്റ്റൻഷനിലാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ മന്ത്രിസഭയുടെ വിഴുപ്പ് ചുമക്കേണ്ട ഭാരം അടുത്ത മന്ത്രിസഭയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആരായിരിക്കും അടുത്ത പുതിയ DGP എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിന്റെ പ്രോസസ്സ് പുതിയ മന്ത്രിസഭ അധികാരമേറ്റ അന്ന് തന്നെ തുടങ്ങുകയും ചെയ്യും. നിലവിൽ ഉള്ള സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് UPSCക്ക് കൊടുക്കുക. അതിൽ 3 പേരുടെ ലിസ്റ്റ് UPSC തിരിച്ചയക്കും. അതിൽ മന്ത്രിസഭയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യാം. ഇതാണ് നിലവിലുള്ള പ്രൊസീജിയർ. ഇപ്പം നിലവിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് യോഗേഷ് ഗുപ്തയാണ്. അദ്ദേഹം LDFന്റെ ബാഡ് ബുക്കിലുള്ള ഒരാളാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ മതിപ്പൊന്നും ഉണ്ടാകുന്ന ഒരാളല്ല. കാര്യം അദ്ദേഹം ഒരു താന്തോന്നിയാണ് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. ആരും പറയുന്നത് അനുസരിക്കാത്ത തന്റേടിയായ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ഇമേജാണ് യോഗേഷ് ഗുപ്തയ്ക്കുള്ളത്. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ സർക്കാർ ഹറാസ് ചെയ്യാവുന്നതിന്റെ അങ്ങേ അറ്റം ഹറാസ് ചെയ്തു. ഒരു IPS ഉദ്യോഗസ്ഥന് കിട്ടാവുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവഗണനയും മോശപ്പെട്ട പെരുമാറ്റവും അദ്ദേഹത്തിനോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കേരള കേഡറിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സ് പിടിക്കുന്ന ഒരു കാര്യമില്ല. ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ EDയുടെ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ CBIയുടെ ഡയറക്ടറായിട്ടോ ഒക്കെ പോകാനുള്ള യോഗ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്തായാലും ഈ റോയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്ത് വരുന്നത് ശ്രീ മനോജ് എബ്രഹാമിന്റെ പേരാണ്, ശ്രീ MR അജിത് കുമാറിന്റെ പേരാണ്, പിന്നെ ശ്രീജിത്തിന്റെ പേരാണ്. ഇതിലെ 3 പേരും 3 പ്രത്യേക വ്യക്തിത്വങ്ങളുള്ള വ്യക്തികളാണ്. മനോജ് എബ്രഹാം വളരെ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, സീനിയർ പോസ്റ്റിലാണെങ്കിലും. കാര്യം അദ്ദേഹത്തിന് 2031 വരെ, അടുത്ത ഒരു 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് കാലാവധി ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് സമയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പുള്ള ഉദ്യോഗസ്ഥന്മാരെ പരിഗണിക്കാനാണ് സാധ്യത. എന്നാലും ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പേര് വരുന്ന 3 പേരിൽ ഒരാളായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ചിലപ്പോൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. MR അജിത് കുമാർ എന്തായാലും UDFന് അനഭിമതനാവും എന്നുള്ളതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. കാര്യം അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും 2 മുന്നണിക്കും ഒരിക്കലും രുചിച്ചിട്ടില്ലാത്തതായിരുന്നു. പിന്നീട് വരുന്നത് ശ്രീ ശ്രീജിത്ത് IPS ആണ്. അദ്ദേഹം SPC എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ടായിരിക്കും വരുന്നത്. DGP റാങ്കിലാണെങ്കിലും സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം. സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് ശ്രീജിത്ത് IPS ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. മറ്റ് ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ കടന്ന് മേളിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം അവരും ഇദ്ദേഹവുമായിട്ടുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അടുത്തുള്ളത് ശ്രീ H. വെങ്കടേഷാണ്. H. വെങ്കടേഷ് സാറൊന്നും പെട്ടെന്ന് DGP പോസ്റ്റിലോട്ട് എത്തിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അവർക്കൊക്കെ ഇനി കാത്തിരിക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് വെങ്കടേഷ് സാറും അജിത്തും ഒക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ശ്രീജിത്ത് IPS അടുത്ത പോലീസ് ചീഫായിട്ട് മാറാനാണ് സാധ്യത. നന്ദി, നമസ്കാരം.